താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. സ്റ്റോപ്പ് രമേശ് ചേട്ടാ, ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ വാചകം അത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? രമേശ് ചേട്ടാ ഒന്ന് നിൽക്കണേ. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. ആ അത് കാലക്കി സതീശേട്ടാ, നിങ്ങൾ കൊടുത്തോളി അങ്ങോട്ട്. ആ ഞാൻ ഇതൊന്ന് തപ്പട്ടെ. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങയെ കുറ്റപ്പെടുത്തും. അതെ, ഈ പ്രതിപക്ഷം ഈ ആക്രമണങ്ങളും ലഹരി വ്യാപനവും ലഹരി ഉപയോഗിച്ചുള്ള മരണങ്ങളും ചൂണ്ടിക്കാട്ടിയ അത് ഇങ്ങക്ക് അനാവശ്യ കാര്യം അല്ലേ? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇല്ല കേട്ടോ, ഇതിലില്ല. വെറുതെ അല്ല മുഖ്യമന്ത്രി ക്ഷോഭിതനായത്. ഡിക്ഷണറി പോലും ഇല്ലാത്ത വാക്ക് പ്രയോഗിച്ച പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരൂലേ? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി നമ്മുടെ തമ്പ്രാന് അത്രക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അതിനിപ്പോ ഒരു ബ്രഹ്മാണ്ഡ തെറിയങ്ങാനാണപ്പ ഈ മിസ്റ്റർ എന്നത്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഒരു മിനിറ്റ്. രക്ഷയില്ല. അളിയാ, ചീഫ് മിനിസ്റ്റർ അളിയാ. ഈ ചീഫ് മിനിസ്റ്റർ പിന്നെ ചീഫ് മിനിസ്റ്റർ എന്നല്ലാതെ വേറെന്താ വിളിക്കുക? നമ്മളെ ജഗതി പറഞ്ഞതുപോലെ തമ്പിയളിയോ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഇല്ല കേട്ടോ. നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത പേരാണ് ചെന്നിത്തല പിണറായിയെ വിളിച്ചത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, കഷ്ടം തന്നെ. അതെ, നിങ്ങൾ 2 ദിവസമായി ആ നീതിമാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഞങ്ങളിവിടെ കാണുന്നുണ്ട്. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. അയാൾക്ക് ക്ഷോഭം വന്നാൽ അറിയാലോ. ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. ഈ 2 കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. സഭയിൽ പറഞ്ഞത് കേട്ടില്ലേ? സഭയിലെ മേശപ്പുറത്ത് വെക്കേണ്ട ലിസ്റ്റ് ഇരട്ടച്ചങ്കും വിരിച്ചങ്ങ് തട്ടീന്ന്. അത് ചോദിച്ച പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുത്തതാ മറുപടി പറയുന്നതിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ആ കടലാസുകൾ മേശപ്പുറത്ത് വെക്കേണ്ടത്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ സഭയിലേക്ക് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രമേ. തന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം പ്രകടിപ്പിക്കേണ്ട സ്ഥലം നിയമസഭയല്ല. നോക്ക്, രാഹുൽ മാങ്കൂട്ടവും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ പ്രത്യേക ആക്ഷൻ ഇല്ലേ, ആക്ഷൻ നമ്മളെ പിണറായിന്റെ. ഈ 2 കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. അത് പിണറായിന്റെ മാത്രം അടവാ. സോറി, 19ാമത്തെ അടവ്. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. സത്യത്തിൽ മുഖ്യ, നിങ്ങൾ ദേഷ്യം പിടിച്ചത് രമേശ് ചെന്നിത്തലേന്റെ ഇംഗ്ലീഷ് കേട്ടിട്ടല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. സംഗതി ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം സർക്കാരിന്റെ പിടിപ്പ് കേടാന്ന് പറയുമ്പോ ആരാണ് വിളറിയെടുക്കാത്തത്? അല്ലെങ്കിലേ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞതുപോലെയാ മുഖ്യന്റെ രീതികള്. ക്യാമറ റോൾ, ആക്ഷൻ. അമ്മാതിരി കമന്റ് കേട്ടോ. ക്യാമറ റോൾ, ടേക്ക് 2, ആക്ഷൻ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കണം, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം. മതി, നിർത്തി കളയാം. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? ഇതൊരു രസമുള്ള സംഗതിയല്ലേ ഷംസീർക്ക? ഈ ചട്ടിയും കലാവുമ്പോ തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും. അത് പൊട്ടാതെ സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാ കേട്ടോ. നിങ്ങൾ ഉറങ്ങല്ലാന്ന്. പൂച്ചക്ക് എന്ത് പൊന്നിരിക്കുന്നിടത്ത് കാര്യല്ലേ ഷംസീർക്ക? അതായത് നമ്മളെ ഈ പൊര കത്തുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഴ വെട്ടാൻ വന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഏട്ടനെ കണ്ട് പഠിക്കണം നിങ്ങൾ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. കോട്ടും കുടയും കൊടുത്തു, ഉമ്മ കൊടുത്തോ എന്തോ എന്ന് നിങ്ങളെ CIT-കാർ പറഞ്ഞതാ. ഈ സഖാക്കന്മാരുടെ ഇക്കിളി വർത്തമാനത്തെക്കാൾ വലിയ തെറിയൊന്നും അല്ലല്ലോ
ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നത് മുഖ്യം തന്നെ സഹാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, പാട്ടപ്പിരിവ്, ക്രിമികീടം, അരാജക സംഘടനകൾ, ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കണം. ഇതോ അംഗം. ചെറുബാല്യം വിട്ടുമാറാത്ത കുട്ടികളുടെ കളിക്ക് കൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിധിക്ക് വെട്ടിയൊഴിയാൻ ശ്രമിച്ചതാണെന്നുള്ള അറിയാനുള്ള പഠിപ്പൊന്നും തികഞ്ഞില്ല മക്കളെ നിങ്ങൾക്ക്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് ബ്രൂവറിക്ക് അനുമതി കൊടുത്തത് പിണു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, സർക്കാരിന്റെ അഴിമതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ദ്രാക്ഷ്യത്തോടെ തട്ടിക്കയറിയവൻ പിണു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്കച്ചൂടിൽ കിതച്ച് വീണ് കിടക്കുന്ന ജനത്തിന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻകൂട്ടത്തിലേക്ക് ചാടി പുറപ്പെട്ടവൻ പിണു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, കൊടുംജാതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. പിണുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. കാരണം പിണു ഇപ്പോൾ ട്യൂഷന് പോകുന്നുണ്ട്. കേരള ജനം അതിലും വലിയ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. നിങ്ങൾ പഠിച്ച പള്ളിക്കൂടത്തിലെ ഉപ്പുമാവ് ഇക്കാലത്തിൽ വേവൂല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.